എന്റെ പൊന്നെ ഇൻഫിനിക്സിന്റെ വജ്രായുധം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഫോണാണ് എൻ്റെ ഇരിക്കുന്നത്. ഇൻഫിനിക്സ് നോട്ട് 40 Pro 5G. ഇതിൽ ഒരുപാട് തരത്തിലുള്ള ചേഞ്ചസ് ഇൻഫിനിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ബാറ്ററിയുടെയും ചാർജിങ്ങിന്റെ കാര്യത്തിൽ. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടും, കാരണം ഇതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ബോക്സ്. ഒരു നോർമൽ ബോക്സ് ആണ്, പക്ഷേ ബോക്സിലല്ല കാര്യം, ഇതിന്റെ അകത്തുള്ള സംഭവങ്ങളാണ് കാണേണ്ടത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ കാണാം, പിന്നെ ഒരു കേസ് കാണാം. ഇതൊരു മാക് കേസ് ആണ്, വയർലെസ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസാണ് ഇത്. അത് മാറ്റി വെച്ച് കഴിയുമ്പോൾ കുറെ സ്റ്റിക്കേഴ്സ് കാണാം. 45 വാട്ട്സിന്റെ ഒരു ചാർജിങ് അഡാപ്റ്റർ ആണ് കൂടെ കൊടുത്തിരിക്കുന്നത്. കൂടെ ഒരു ടൈപ്പ് സി കേബിളും ഉണ്ട്. പിന്നെ മറ്റൊരു ഹൈലൈറ്റിന്റെ കൂടെ ഒരു ടെമ്പേർഡ് ഗ്ലാസും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെമ്പേർഡ് ഗ്ലാസിനും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. സോ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കേസ് വാങ്ങാനോ ഗ്ലാസ് ഒട്ടിക്കാനോ വേറെ ഷോപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല. എല്ലാം ഫോണിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഫോണ്. എൻ്റെ ഇരിക്കുന്നത് വിന്റേജ് ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ്. ഒരു ലെതർ ഫിനിഷ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്യാമറ മൊഡ്യൂൾ കാണാം. ഫോൺ അത്യാവശ്യം നല്ല സ്ലിം ആണ്. ആ ഒരു ബാക്കും ഫ്രണ്ടും ഒരു കർവ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സ്ലിം മെറ്റീരിയൽ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. റൈറ്റ് സൈഡിലായിട്ട് എൻ്റെ ബട്ടൺസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സൗണ്ട് ബൈ JBL നിന്ന് കാണാം. സോ ആ ഒരു JBLന്റെ സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടും. പിന്നെ ഒരു IR ബ്ലാസ്റ്ററും ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. താഴെയും ഒരു മൈക്കുണ്ട്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഒരു സ്പീക്കർ ഗില്ലും കാണാം. പിന്നെ ഇൻഫിനിക്സ് ഇതിന്റെ കൂടെ തന്നെ ഒരു വയർലെസ് എക്കോസിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലോഞ്ച് ചെയ്തതാണ് ഈ ഒരു മാക് പാഡും ഈ ഒരു മാക് പവറും. ഫോണിൽ ഒരു മാക് കേസ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ലുക്കും കാര്യങ്ങളും ഇതാണ്. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു മാക് പാഡോ അല്ലെങ്കിൽ മാക് പവറോ ഒക്കെ ഡോക്ക് ചെയ്യാനുള്ള ഒരു ചാർജിംഗ് സെറ്റപ്പും ഉണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇതിൽ കൊടുത്തിരിക്കുന്നത് MediaTek Dimensity 7020 എന്ന് പറഞ്ഞ പ്രോസറാണ്. Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് വരുന്നുണ്ട്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ വന്നിരിക്കുന്നത് 120 ഹെർട്സിന്റെ 3D കർവ് ആയിട്ടുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ്. HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 100 വാട്ട്സിന്റെ ചാർജർ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. എന്റെ കയ്യിൽ ഇരിക്കുന്നത് 45 വാട്ട്സിന്റെ ആണ്. 70 വാട്ട്സിന്റെ ഒക്കെ ചാർജർ അവൈലബിൾ ആണ്. പിന്നെ 4 വർഷത്തേക്ക് ബാറ്ററിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ബാറ്ററി ഡ്രെയിൻ ആവില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ഡ്യൂറബിലിറ്റി സപ്പോർട്ടും ഒരു വാറന്റിയും ഇൻഫിനിക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞു ഇതിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. സോ അതുപോലെ തന്നെ ഇതിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും റിവേഴ്സ് വയർഡ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം ഏത് മോഡിൽ ഇത് ചാർജ് ചെയ്യണമെന്ന്. ലോ ടെമ്പറേച്ചർ ഉണ്ട്, സ്മാർട്ട് ചാർജ് ഉണ്ട്, ഹൈപ്പർ ചാർജ് ഉണ്ട്. സ്മാർട്ട് ചാർജിലാണെങ്കിൽ 12 മിനിറ്റ് കൊണ്ട് 50% ബാറ്ററി ചാർജ് ആവും. ഹൈപ്പർ ചാർജിലാണെങ്കിൽ 8 മിനിറ്റ് കൊണ്ട് 50% ചാർജ് ആവും. ബാറ്ററിക്കും ചാർജിങ്ങിനുമാണ് ഇൻഫിനിക്സ് ഇതിൽ കൂടുതൽ പണിയെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ ഫോൺ സെറ്റപ്പ് ചെയ്ത് ആപ്പ് ഡ്രോവറിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ വലിയ ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊന്നുമില്ല. ഗൂഗിളിന്റെ കുറച്ച് ആപ്ലിക്കേഷനും പിന്നെ ഇൻഫിനിക്സിന്റെ 2 ആപ്ലിക്കേഷനുമാണ്. ഇതെല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അല്ലാതെ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതൊന്നും ഇതിനകത്തില്ല. ലോക്ക് സ്ക്രീനൊക്കെ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇൻഫിനിക്സിന്റെ ഈ ഒരു സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആക്റ്റീവ് ഹാലോ ലൈറ്റ്നിങ് എന്ന് കാണാൻ പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറയിലൂടെ ഒരു ഫ്ലാഷ് ലൈറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇൻകമിംഗ് കോൾസ് വരുമ്പോൾ, നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ, ഗെയിം കളിക്കുമ്പോൾ, അങ്ങനെ കുറേ കാര്യങ്ങൾക്കനുസരിച്ച് ഈ ബാക്കിലുള്ള ഈ ഒരു ലൈറ്റ് ചേഞ്ച് ആവും. പിന്നെ ഇൻഫിനിക്സിന്റെ ഒരു സ്മാർട്ട് അസിസ്റ്റന്റ് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യും. ChatGPT ഒക്കെ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് അത്യാവശ്യം നല്ലൊരു യൂസ്ഫുൾ ഫീച്ചറായിട്ട് തോന്നി. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് ഇതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. ക്യാമറ സൈഡിലേക്ക് വരുമ്പോൾ 108 MB ആണ് മെയിൻ ക്യാമറ. ഇവിടെ വെച്ച് തന്നെ നമുക്കൊരു 3x ആയിട്ടുള്ള ഒരു ലോസ്ലെസ് സൂപ്പർ സൂം ചെയ്യാൻ പറ്റും. അതൊരു 10x വരെ ഇങ്ങനെ കൊണ്ടുപോകാം. ഫോട്ടോസിന്റെ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഒരുപാട് മോശമാണെന്നോ അല്ലെങ്കിൽ അത്രയ്ക്ക് അടിപൊളിയാണെന്നോ പറയാൻ പറ്റത്തില്ല. ഇതിന്റെ രണ്ടിനും ഇടയ്ക്ക് ഇരിക്കുന്ന ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെയാണ് ഇതിൽ എടുക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇവിടെ കുറച്ച് സാമ്പിൾസ് കാണിച്ചു തരാം. അത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയാം അതിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന്. വീഡിയോയിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും മാക്സിമം എടുക്കാൻ പറ്റുന്നത് 2K 30 FPS ആണ്. 1080 60 FPS ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു അൾട്രാ സ്റ്റഡി മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ അത് 30 FPS പോകും. അതിനേക്കാൾ നല്ലത് ഈ ഒരു 60 FPS വീഡിയോ എടുക്കുന്നതാണ്. വീണ്ടും ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പവർ മാനേജ്മെന്റ് ചിപ്പ് ഉണ്ട്. X1 ചീറ്റ ചിപ്പ് എന്നാണ് പറയുന്നത്. അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് തരത്തിലുള്ള ബാറ്ററി സേവിംഗ് സെറ്റിംഗ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ AI ചാർജിംഗ് പ്രൊട്ടക്ഷൻ ഓൺ ആക്കി ഇടണം. പിന്നെ ഇവിടെ ബൈപാസ് ചാർജിംഗ് എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ ഇപ്പോൾ ചാർജ് ചെയ്തുകൊണ്ട് വീഡിയോ അല്ലെങ്കിൽ ഗെയിമോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ഓവർ ഹീറ്റിംഗ് ഒഴിവാക്കാനായിട്ട് ഫോൺ ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യും. ആ ഒരു ബാറ്ററിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ബാറ്ററിയുടെ ലൈഫ് സ്പാനും കൂടുകയും ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് സ്പെക്കും ഈ ഒരു ഫോണുണ്ട്. പിന്നെ എക്സ്ട്രാ കുറേ ആക്സസറീസും ഈ ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു ലോഞ്ചിങ് ഓഫറായിട്ട് ഈ ഒരു ഫോൺ വാങ്ങുവാണെങ്കിൽ ഇതിന്റെ കൂടെ 4999 രൂപ വിലയുള്ള മാക് പവറും മാക് കേസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സോ നിങ്ങൾക്ക് ഇൻഫിനിക്സിന്റെ ഈ ഒരു ഫോണിനെ പറ്റി എന്ത് തോന്നുന്നു എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണായിട്ടാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിന് ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.